ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാർജ് പമ്പ് PLLനെ പറ്റിയാണ്. സോ എ ചാർജ് പമ്പ് കൺസിസ്റ്റ് ഓഫ് ടു സ്വിച്ച്ഡ് കറണ്ട് സോഴ്സസ് ദാറ്റ് പമ്പ് ചാർജ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ ലൂപ്പ് ഫിൽറ്റർ അക്കോർഡിംഗ് ടു ടു ലോജിക്കൽ ഇൻപുട്സ്. അന്നേരം ദിസ് ഈസ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ചാർജ് പമ്പ് PLL. ഇതാണ് ഒരു ചാർജ് പമ്പ് PLL. അന്നേരം ഈ പറഞ്ഞിരിക്കുന്നത് എ ചാർജ് പമ്പ് കൺസിസ്റ്റ് ഓഫ് ടു സ്വിച്ച്ഡ് കറണ്ട് സോഴ്സസ്. ഇതിനകത്ത് രണ്ട് സ്വിച്ച്ഡ് കറണ്ട് സോഴ്സസ് ഉണ്ട്, കണ്ടോ. I1 എന്ന് പറയുന്ന കറണ്ട് ഒരു സ്വിച്ച് വഴി, കണ്ടോ. അതേപോലെ I2 എന്ന് പറയുന്ന കറണ്ട് സോഴ്സ് S2 എന്ന് പറയുന്ന സ്വിച്ച് വഴി. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് എ ചാർജ് പമ്പ് കൺസിസ്റ്റ് ഓഫ് ടു സ്വിച്ച്ഡ് കറണ്ട് സോഴ്സസ് ദാറ്റ് പമ്പ് ചാർജ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ ലൂപ്പ് ഫിൽറ്റർ അക്കോർഡിംഗ് ടു ടു ലോജിക്കൽ ഇൻപുട്സ്. ഇതിന് വരുന്ന ലോജിക്കൽ ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ലൂപ്പ് ഫിൽറ്ററിനുള്ളിലോട്ടോ അല്ലെങ്കിൽ ലൂപ്പ് ഫിൽറ്ററിൽ നിന്ന് പുറത്തോട്ടോ ചാർജിനെ പമ്പ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഈ ഫിഗർ 2.16 ഇല്ലുസ്ട്രേറ്റ് ചാർജ് പമ്പ് ഡ്രിവൺ ബൈ PFD ആൻഡ് ഡ്രൈവിംഗ് കപ്പാസിറ്റർ. അന്നേരം ഇതിനകത്ത് ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മൾ നേരത്തെ ഇത്രയും ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കഴിഞ്ഞ ലെക്ചറിലെല്ലാം ഡിസ്കസ് ചെയ്ത PFD ആണ്. അന്നേരം ഈ PFDയും ഈ ചാർജ് പമ്പിൻ്റെ കൂടെ PFDയും പിന്നെ എന്തുകൊണ്ട് ഒരു ഡ്രൈവിംഗ് കപ്പാസിറ്ററുമുണ്ട്, CP എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് കപ്പാസിറ്ററുമുണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത് ഫിഗർ ഇല്ലുസ്ട്രേറ്റ് എ ചാർജ് പമ്പ് ഡ്രിവൺ ബൈ PFD ആൻഡ് ഡ്രൈവിംഗ് കപ്പാസിറ്റർ. ദ സർക്യൂട്ട് ഹാസ് 3 സ്റ്റേറ്റ്സ്. ഈ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 സ്റ്റേറ്റിലാണ്. അന്നേരം ഓരോ സ്റ്റേറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഇഫ് QA is equal to QB is equal to 0, then S1 and S2 are off and Vout remains constant. നോക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. ഈ QA എന്ന് പറയുന്ന ഈ വാല്യൂവും അതേപോലെ QB എന്ന് പറയുന്ന ഈ വാല്യൂവും, ഈ രണ്ട് വാല്യൂവും 0 ആവുന്ന സമയത്ത് ഈ സ്വിച്ചും S1 എന്ന് പറയുന്ന സ്വിച്ചും അതേപോലെ S2 എന്ന് പറയുന്ന സ്വിച്ചും എന്തായിരിക്കും? ഓഫായിരിക്കും. ആ സമയത്ത് S1ഉം S2ഉം ഓഫായിരിക്കുമ്പോഴത്തേക്കും ഈ കപ്പാസിറ്ററിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. കാരണം ഈ കറണ്ടൊന്നും ഇതിനകത്തോട്ട് വരുന്നില്ല, അതേപോലെ ഈ കപ്പാസിറ്ററിലുള്ള ചാർജൊന്നും ഇതുവഴി ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് QA is equal to QB is equal to 0, then S1 and S2 are off and Vout remains constant. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേ. ഇഫ് QA is high and QB is low, then I1 charges CP. നോക്ക്, QA എന്ന് പറയുന്നത് ഹൈ ആവും, QB എന്ന് പറയുന്നത് ലോ ആവും. അന്നേരം QA ഹൈ ആകുമ്പോഴത്തേക്കും ഈ സ്വിച്ച് എന്തായിരിക്കും? S1 എന്ന് പറയുന്നത് ക്ലോസ് ആയിരിക്കും, അല്ലേ. QA എന്ന് പറയുന്നത് ഹൈ ആകുമ്പോഴത്തേക്കും S1 എന്ന് പറയുന്നത് ക്ലോസ് ആയിരിക്കും, ഈ സ്വിച്ച് ക്ലോസ് ആയിരിക്കും. ഈ സ്വിച്ച് QB ലോ ആയതുകൊണ്ട് ഈ സ്വിച്ച് ഓപ്പണും ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ I1 എന്ന് പറയുന്ന കറണ്ട് ഈ കപ്പാസിറ്ററിനെ CP എന്ന് പറയുന്ന I1 എന്ന് പറയുന്ന കറണ്ട് ഇതാ ഇതിലേ വരുന്നു, ഇങ്ങോട്ട് പോകത്തില്ല, കാരണം ഈ സ്വിച്ച് ഓപ്പൺ ആണ്. അതുകൊണ്ട് ഈ വരുന്ന കറണ്ട് മൊത്തം ഈ കപ്പാസിറ്റർ CP എന്ന് പറയുന്ന കപ്പാസിറ്ററിനെ എന്ത് ചെയ്യിപ്പിക്കും? ചാർജ് ചെയ്യിപ്പിക്കും. സോ സെക്കൻഡ് കണ്ടീഷനാണ്, ഇഫ് QA is high and QB is low, then I1 charges CP. I1 CPയെ ചാർജ് ചെയ്യും. ഇതേപോലെ തന്നെ QA ലോ അതേപോലെ QB ഹൈ ആവുമ്പോൾ I2 ഡിസ്ചാർജസ് CP. നോക്ക്, ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് QA എന്ന് പറയുന്നത് ലോ, ഇത് ലോ എന്ന് പറയുമ്പോൾ ഈ സ്വിച്ച് ഓഫ്. ഓക്കെ, അതേപോലെ QB എന്ന് പറയുന്നത് ഹൈ, QB ഹൈ ആവുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ ഈ കറണ്ട് ഇങ്ങോട്ട് വരത്തില്ല, കാരണം ഈ സ്വിച്ച് ഓപ്പൺ ആണ്. അല്ലെങ്കിൽ QA എന്ന് പറയുന്നത് ലോ ആയതുകൊണ്ട് ഈ സ്വിച്ച് ഓപ്പൺ, അന്നേരം കറണ്ട് ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ നോക്കേ, പിന്നെ ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് QB എന്ന് പറയുന്നത് ഹൈ ആയതുകൊണ്ട് ഈ സ്വിച്ച് ക്ലോസ്ഡ്, അന്നേരം ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് ഈ S2 വഴി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. QA is low and QB is high, then I2 discharges CP. അന്നേരം ദീസ് ആർ ദി 3 സ്റ്റേറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടും QAയും QBയും 0 ആവുന്ന സമയത്ത് S1ഉം S2ഉം ഓഫായിരിക്കും. ആ സമയത്ത് Vout എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് QA എന്ന് പറയുന്നത് ഹൈയും QB എന്ന് പറയുന്നത് ലോയും ആകുമ്പോഴത്തേക്കും ഈ കപ്പാസിറ്റർ ഈ CP എന്ന് പറയുന്ന കപ്പാസിറ്റർ ഇതുവഴി ഇങ്ങനെ ചാർജ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് QA ലോ QB ഹൈ, അന്നേരം S2 എന്ന് പറയുന്ന സ്വിച്ച് ക്ലോസ് ആയിരിക്കും. അന്നേരം കപ്പാസിറ്റർ CP എന്ന് പറയുന്ന കപ്പാസിറ്റർ ഈ വഴി S2 വഴി I2 വഴി അങ്ങ് ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ,
ദസ് ഇഫ് ഫോർ എക്സാമ്പിൾ എ ലീഡ്സ് ബി, അന്നേരം ഈ ക്യു എ ഹൈ ആവുന്നത് എപ്പോഴാണ്? ക്യു എ ഹൈ ആവുന്നത് എ ബി എ ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന സിഗ്നൽ ബി എന്ന് പറയുന്ന സിഗ്നലിനെ ലീഡ് ചെയ്യുന്ന സമയത്താണ് ക്യു എ എന്ന് പറയുന്നത് ഹൈ ആവുന്നത്. അന്നേരം നോക്കൂ, thus for example A leads B, then QA continues to produce pulses and V out rises steadily. അപ്പം എ ബിയെ ലീഡ് ചെയ്യുമ്പോൾ ഇതാ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എ ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്തു, കണ്ടോ, ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്തു. ബിയെ കാട്ടി മുന്നേ എന്താണ് ഹൈയിലോട്ട് പോകുന്നത് ഏതാണ്? ലോ ആണ്, എ ആണ്. അന്നേരം നമുക്ക് ഇവിടെ പറയാം എ എന്ന് പറയുന്നത് ബിയെ ലീഡ് ചെയ്യുന്ന സിഗ്നലാണ്. എയെ കാട്ടി മുന്നേ എന്താണ് പോസിറ്റീവ് പീക്ക് വരുന്നത് ഏതിനാണ്? ബിയെ കാട്ടി മുന്നേ പോസിറ്റീവ് പീക്ക് വരുന്നത് എയ്ക്കാണ്. അന്നേരം എ ലീഡ്സ് ബി ആണ് ഈ ഒരു ഡയഗ്രത്തിലുള്ളത്. അന്നേരം എ ബിയെ കാട്ടി ലീഡ് ചെയ്യുമ്പം ക്യു എ എന്ന് പറയുന്നത് ഹൈ ആവും. അന്നേരം ആ ഹൈ ആയിരിക്കുന്ന സമയത്ത് ക്യു എ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഇത്രയും ഒരു ടൈം ഇൻ്റർവെല്ലിലാണ് എ ബിയെ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഇത് കഴിയുമ്പോൾ ഈ ഒരു ടൈം ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്കും രണ്ടും ഒരേപോലെയാവും, എയും ബിയും ഒരേപോലെയാവും. അന്നേരം ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എ ബിയെ കാട്ടിയും ലീഡ് ചെയ്യുന്നു. ആ സമയത്ത് ക്യു എ എന്ന് പറയുന്നത് ഹൈ ആവും. ക്യു എ ഹൈ ആവുമ്പോഴത്തേക്കും ഈ സ്വിച്ച് S1 എന്ന് പറയുന്ന ക്ലോസ് ആയിരിക്കും. അന്നേരം ഈ I1 എന്ന് പറയുന്ന കറണ്ട് എന്താണ്? ഈ CP എന്ന് പറയുന്ന കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കും. അന്നേരം വി ഔട്ട് എന്താണ്? ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഔട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് എന്താ നോക്കേ, ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ഔട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദസ് ഫോർ എക്സാമ്പിൾ എ ലീഡ്സ് ബി, ദെൻ ക്യു എ കണ്ടിന്യൂസ് ടു പ്രൊഡ്യൂസ് പൾസസ് ആൻഡ് വി ഔട്ട് റൈസസ് സ്റ്റഡിലി. അന്നേരം അതുകൊണ്ടാണ് ഇവിടെ വി ഔട്ട് സ്റ്റഡി ആയിട്ട് റൈസ് ചെയ്തത്. കാൾഡ് അപ്പ് ആൻഡ് ഡൗൺ കറൻറ്റ്സ് റെസ്പെക്റ്റീവ്ലി I1 ആൻഡ് I2 ആർ നോർമലി ഈക്വൽ. അന്നേരം ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അപ്പും അതേപോലെ ഡൗൺ കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ബി ലീഡ് ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഈ അപ്പിന് പകരം എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൗൺ കറണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എ ലീഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നോക്ക്, ദ സർക്യൂട്ട് ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇഫ് എ ലീഡ്സ് ബി ബൈ എ ഫൈനൈറ്റ് എമൗണ്ട്, ക്യു എ പ്രൊഡ്യൂസസ് pulses indefinitely, allowed charge pump to inject I1 into CP and forcing V out to rise steadily. നോക്ക്, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് എ ബിയെ ലീഡ് ചെയ്യുന്നു. അന്നേരം എ ബിയെ ലീഡ് ചെയ്യുന്നിടത്തെല്ലാം ഈ എല്ലായിടത്തും എന്താണ് ക്യു എ എന്ത് ചെയ്യുന്നുണ്ട്? പൾസസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ എ ബിയെ ലീഡ് ചെയ്യുന്നതാണ് ഇത്രയും ഒരു ടൈം ഇൻ്റർവെൽ, ഈ ഒരു ടൈം ഇൻ്റർവെൽ. അന്നേരം അവിടെയും പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇഫ് എ ലീഡ്സ് ബൈ എ ഫൈനൈറ്റ് എമൗണ്ട്, ഒരു ഫൈനൈറ്റ് എമൗണ്ടിൽ എ ബിയെ ലീഡ് ചെയ്യുകയാണെങ്കിൽ ക്യു എ പ്രൊഡ്യൂസസ് പൾസസ് ഇൻഡെഫിനിറ്റ്ലി. അന്നേരം ഈ ക്യു എ ഇതേപോലെയുള്ള പൾസസ് ഇൻഡെഫിനിറ്റ് ടൈം ഇൻ്റർവെല്ലിൽ എന്താണ് പൾസസ് പ്രൊഡ്യൂസ് ചെയ്യും. അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസസ് പൾസസ് ഇൻഡെഫിനിറ്റ്ലി അലൗവിങ് ചാർജ് പമ്പ് ടു ഇൻജെക്റ്റ് I1. അങ്ങനെ ഈ ചാർജ് പമ്പിനെ എന്താണ് I1 എന്താണ് ഈ I1 ഈ കപ്പാസിറ്ററിനെ എന്ത് ചെയ്യിപ്പിക്കും? ചാർജ് ചെയ്യിപ്പിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് അലൗവിങ് ദ ചാർജ് പമ്പ് ടു ഇൻജെക്റ്റ് I1 ഇൻറ്റു CP. അന്നേരം CPയിലോട്ട് എന്ത് ഇൻജെക്റ്റ് ചെയ്യും? ഈ I1 എന്ന് പറയുന്ന കറണ്ട് ഇൻജെക്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഫോഴ്സിങ് വി ഔട്ട് ടു റൈസ് സ്റ്റഡിലി. അങ്ങനെ എന്താ ഈ വി ഔട്ട് എന്ന് പറയുന്നത് എന്താ സ്റ്റഡി ആയിട്ട് റൈസ് ചെയ്യാൻ കാരണമാകും. വി ഔട്ട് ടു റൈസ് സ്റ്റഡിലി. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, ഫോർ എ ഫൈനൈറ്റ് ഇൻപുട്ട് എറർ ദ ഔട്ട്പുട്ട് ഇവൻച്വലി ഗോസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് ഇൻഫിനിറ്റി. അന്നേരം ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അങ്ങ് പോവുകയാണ് അല്ലേ. ഈ എവിടെയെല്ലാം പൾസസ് ഉണ്ടാകുന്നു, ഈ പൾസസ് ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അങ്ങ് പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചാർജ് പമ്പ്, ഈ ഒരു സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഒരു പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. ക്യു എ ലീഡ് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ബി ആണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഫോർ എ ഫൈനൈറ്റ് ഇൻപുട്ട് എറർ ദ ഔട്ട്പുട്ട് ഇവൻച്വലി ഗോസ് പ്ലസ് ഇൻഫിനിറ്റി. ഒരു ഫൈനൈറ്റ് ഇൻപുട്ട് എറർ ആണെങ്കിലാണ് കേട്ടോ, ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ഇൻപുട്ട് എ അല്ലെങ്കിൽ ബി ലീഡ് ചെയ്യുകയാണെങ്കിലാണ്
ഈ രീതിയിൽ പോകുന്നത്. ഇൻ അതർ വേർഡ്സ്, എ ഫൈനൈറ്റ് ഇൻപുട്ട് എറർ, ദ ഔട്ട്പുട്ട് ഇവഞ്ച്വലി ഗോസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് ഇൻഫിനിറ്റി. ഇനി നോക്കേ, ഈ ഫിഗറിൽ കാണുന്നത് ഒരു സിമ്പിൾ ചാർജ് പമ്പ് PLL ആണ്. ഇതൊരു സിമ്പിൾ ചാർജ് പമ്പ് PLL ആണ്. അന്നേരം നമ്മുടെ ഇത്രയും എന്ന് പറയുന്നത് PFD, ഇതൊരു ചാർജ് പമ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു VCOയും കൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു ഫിൽറ്റർ, ഒരു VCO, ഇത്രയും വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ഇത് മൊത്തം എൻ്റയർ സർക്യൂട്ടിന് നമുക്ക് എന്തെന്ന് പറയാം, ഒരു PLL എന്ന് പറയാം. സോ figure 2.17 is a simple charge pump PLL. The circuit senses translations at the input and output. അന്നേരം ഈ സർക്യൂട്ട് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻസ് സെൻസ് ചെയ്യും. കാരണം ഈ VCOയുടെ ഔട്ട്പുട്ട് പിന്നെ എന്താ, ഇവിടെ ക്ലോക്കായിട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മൾ ഇവിടെ പറയുന്നു എന്താണ്, ദ സർക്യൂട്ട് സെൻസസ് ദ ട്രാൻസ്ലേഷൻ ആറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് ഡിറ്റക്ട്സ് ഫേസ് ഓർ ഫ്രീക്വൻസി ഡിഫറൻസ് ആൻഡ് ആക്ടിവേറ്റ്സ് ദ ചാർജ് പമ്പ് അക്കോർഡിംഗ്ലി. അന്നേരം ഫേസിനും ഫ്രീക്വൻസിക്കും ഉണ്ടാകുന്ന ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ, ഇത് ചാർജ് പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ QAയും QBയും ഒക്കെ വേരി ചെയ്ത് എന്താണ്, ചാർജ് പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. വെൻ ദ ലൂപ്പ് ഈസ് ടേൺഡ് ഓൺ, ലൂപ്പ് ടേൺ ഓൺ ആവുന്ന സമയത്ത് ഒമേഗ ഔട്ട് മേ ബി ഫാർ ഫ്രം ഒമേഗ ഇൻ. വെൻ ദ ലൂപ്പ് ഈസ് ടേൺഡ് ഓൺ, ലൂപ്പ് ടേൺ ഓൺ ആവുന്ന സമയത്ത് ഒമേഗ ഔട്ട്, നമുക്കറിയാം ഈ ലൂപ്പ് ടേൺ ഓൺ ആവുന്ന സമയത്ത്, ഈ ഒരു ലൂപ്പ് ടേൺ ഓൺ ആവുന്ന സമയത്ത് ഈ ഒമേഗ ഔട്ട് അല്ലെങ്കിൽ ഈ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമായിരിക്കും. ഈ PLLൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗ ഔട്ടും അതേപോലെ ഒമേഗ ഇന്നും അതേപോലെ അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഫേസ് ഫൈ ഔട്ടും ഫൈ ഇന്നും സെയിം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ PLLൻ്റെ ഫംഗ്ഷൻ. വെൻ ദ ലൂപ്പ് ഈസ് ടേൺഡ് ഓൺ, ഒമേഗ ഔട്ട് മേ ബി ഫാർ from omega in and PFD and charge pump vary the control voltage such that omega out approaches omega in. When the input and output frequencies are sufficiently close, ഈ രണ്ട് വാല്യൂയും ഏതാണ്ട് സെയിം ആകുമ്പോൾ, എന്ന് വെച്ചാൽ ഒമേഗ ഔട്ടും ഒമേഗ ഇന്നും സെയിം ആകുമ്പോൾ PFD ഓപ്പറേറ്റ്സ് ആസ് എ ഫേസ് ഡിറ്റക്ടർ പെർഫോമിങ് ഫേസ് ലോക്ക്. അന്നേരം PFD എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്രീക്വൻസിയും സെയിം ആയി കഴിഞ്ഞാൽ PFD പിന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പറേറ്റ് ആസ് എ ഫേസ് ഡിറ്റക്ടറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യും, ഫേസ് ലോക്കിംഗ് പെർഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദ ലൂപ്പ് ലോക്സ് വെൻ ദ ഫേസ് ഡിഫറൻസ് ഡ്രോപ്സ് ടു 0. ലൂപ്പ് ലോക്ക് ആവുന്നത് എപ്പോഴാണ്, ഈ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ്. ആൻഡ് ദ ചാർജ് പമ്പ് റിമെയിൻസ് റിലേറ്റീവ്ലി ഐഡിയൽ. അന്നേരം ചാർജ് പമ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഐഡിയലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. നോക്കേ, അന്നേരം ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗ ഔട്ട് അല്ലെങ്കിൽ ഈ രണ്ട് ഫ്രീക്വൻസീസിനെ, ഒമേഗ ഔട്ടിനെയും ഒമേഗ ഇന്നിനെയും എന്താക്കുന്നു, സെയിം ആക്കുന്നു. സെയിം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ PFD അല്ലെങ്കിൽ PFD എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്, ഫേസ് ഫ്രീക്വൻസി ഡിറ്റക്ടർ കേട്ടോ, ആ PFD എന്ന് പറയുന്നത് രണ്ടും ഫ്രീക്വൻസി രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഫേസ് ഡിറ്റക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫേസ് ഡിറ്റക്ടറായിട്ട് ആക്ട് ചെയ്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ഫേസ് ലോക്കിംഗ് പെർഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഫേസ് ഡിറ്റക്ടറായിട്ട് ആക്ട് ചെയ്ത് ഫേസ് ലോക്കിംഗ് പെർഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഫേസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ ചാർജ് പമ്പ് എന്ന് പറയുന്നത് ഐഡിയലാവുകയും ചെയ്യും. ദ ഗെയിൻ ഓഫ് ദ PFD ഓർ ചാർജ് പമ്പ് കോമ്പിനേഷൻ ഈസ് ഇൻഫിനിറ്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു PFD അല്ലെങ്കിൽ ചാർജ് പമ്പ് കോമ്പിനേഷൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ദാറ്റ് ഈസ് നോൺ സീറോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈ ഇൻ ആൻഡ് ഫൈ ഔട്ട് ലീഡ്സ് ടു ഇൻഡെഫിനിറ്റ് ചാർജ് ബിൽഡപ്പ് ഓൺ CP. That is, a non-zero difference between phi in and phi out leads to indefinite charge buildup on CP. When the loop is locked, VCONT is finite. അന്നേരം നോക്കേ, നമ്മുടെ ലൂപ്പ് ലോക്കായി കഴിഞ്ഞാൽ ഈ ഒരു വോൾട്ടേജ് VCONT എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. When the loop is locked, VCONT is finite. Therefore, the input phase error must be exactly 0. അന്നേരം ഇത് കോൺസ്റ്റൻ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ ഫേസ് എറർ എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്തായിട്ട് നിലനിൽക്കുകയും ചെയ്യും, 0 ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും.
This in contrast to the behavior of type 1 PLL in which the phase error is finite and a function of output frequency. To know the operation of PLL, let us ignore the narrow reset pulses on QA and QB and assume phi out minus phi in drops to 0. The PFD produces QA is equal to QB is equal to 0. അന്നേരം നമുക്ക് ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് 0 ആവുമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ PLL ആയിട്ടുള്ള വർക്കിംഗ് നോക്കണമെങ്കിൽ ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് 0 ആയിക്കഴിഞ്ഞാൽ ഈ QAയും അതേ ക്യൂബിലെ QBയും ഫേസ് ഡിഫറൻസ് 0 ആകുമ്പോഴത്തേക്കും QAയും QBയും എന്താവും രണ്ടും സെയിം ഫേസ്. എ ലീഡ് ചെയ്യുകയാണെങ്കിലാണ് QA1 ആവുന്നത്, ബി ലീഡ് ചെയ്യുകയാണെങ്കിലാണ് QB1 ആവുന്നത് അല്ലേ. അന്നേരം രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 എന്ന് വെച്ചാൽ രണ്ടും ഇൻ ഫേസ് ആണെങ്കിൽ QAയും അതേപോലെ QBയും എന്തായിരിക്കും 0 ആയിരിക്കും. QA and QB is equal to 0. The charge pump thus remains idle and CP sustains a constant control voltage. അന്നേരം അതൊക്കെ ഈ ചാർജ് പമ്പ് ഈ രണ്ടെണ്ണം QAയും QBയും 0 ആകുമ്പോഴത്തേക്കും വേറെ ഇതിനകത്തോട്ട് ചാർജസ് ഒന്നും ഇഞ്ചക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് പോവുകയോ ചെയ്യുകയില്ല. അന്നേരം ഈ CP എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഈ കൺട്രോൾ വോൾട്ടേജ് VCONT അല്ലെങ്കിൽ V കൺട്രോൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. കാരണം QAയും QBയും 0 കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും ഈ കറണ്ട് ഒന്നും ഇതിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല, ഇതിനകത്തുനിന്ന് ലീവ് ചെയ്യുകയും ചെയ്യുന്നില്ല. സോ V കൺട്രോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. ദ ചാർജ് പമ്പ് റിമെയിൻസ് ഐഡിൽ ആൻഡ് CP sustains a constant control voltage. If Vout remains constant, Vout constant ആയിട്ട് നിലനിന്നാൽ for a long time the VCO frequency and phase shift begin to drift. അന്നേരം Vout കുറേ നേരം കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിന്നാൽ VCOയുടെ സിഗ്നൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇൻ പർട്ടിക്കുലർ ദ നോയ്സ് സോഴ്സസ് ഇൻ ദ VCO ക്രിയേറ്റ് റാൻഡം വേരിയേഷൻസ് ഇൻ ഓസിലേഷൻ ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ റിസൾട്ട് ലാർജ് അക്യുമുലേഷൻ ഓഫ് ഫേസ് എറർ. അന്നേരം ഇതിനകത്തുള്ള നോയ്സ് സോഴ്സസ് VCOയിലുള്ള നോയ്സ് സോഴ്സസ് റാൻഡം വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രീക്വൻസിക്ക് ഓസിലേഷൻസ് ഉണ്ടാവുകയും അത് എന്തിന് കാരണമാവുകയും ചെയ്യും, ഫേസ് എററിന് കാരണമാവുകയും ചെയ്യും. ദ PFD then detects the phase difference producing a corrective pulses on QA or QB that adjust VCO frequency through charge pump and the filter. ആ സമയത്ത് PFD ഫേസ് ഡിഫറൻസ് ഡിറ്റക്റ്റ് ചെയ്യുകയും അത് കറക്റ്റീവ് പൾസസ് QAയിലോ അല്ലെങ്കിൽ QBയോ ഹൈ ആക്കി കറക്റ്റീവ് പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും VCO ഫ്രീക്വൻസിയെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഏത് മൂലം? ചാർജ് പമ്പും അതേപോലെ ഫിൽറ്റർ മൂലം ഈ VCO ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദി PLL റെസ്പോൺസ് only to excess phase waveform. Since in figure 2.17 ഈ ഒരു ഫിഗറിൽ ഫേസ് കമ്പാരിസൺ ഈസ് പെർഫോംഡ് ഇൻ എവറി സൈക്കിൾ. എല്ലാ സൈക്കിളിലും എന്ത് പെർഫോം ചെയ്യുന്നുണ്ട്? ഫേസ് കമ്പാരിസൺ പെർഫോം ചെയ്യുന്നുണ്ട്. VCO ഫേസ് ആൻഡ് ഫ്രീക്വൻസി കനോട്ട് ഡ്രിഫ്റ്റ് സബ്സ്റ്റാൻഷ്യലി. അതുമൂലം VCO ഫേസും അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസിക്കും എന്ത് സംഭവിക്കുന്നില്ല, ഡ്രിഫ്റ്റ് സംഭവിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം ആ രീതിയിൽ നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ നേരം VCO ഫ്രീക്വൻസിയും Vout കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ VCOയുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസിന് ഡ്രിഫ്റ്റ് സംഭവിക്കും. ആ ഒരു പ്രോബ്ലം ഈ രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ചാർജ് പമ്പ് PLL. എല്ലാവർക്കും ചാർജ് പമ്പ് PLL മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ലെക്ചറുമായി കാണാം. സി യു.